ചവറയിൽ ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. ചടയമംഗലം ജ്ഞാനാനന്ദാശ്രമം മഠാധിപതി സ്വാമി ദയാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. മാനവികതയുടെ സന്ദേശം നൽകുന്ന ദർശനമാണ് ഹിന്ദുത്വമെന്ന് അദ്ദേഹം പറഞ്ഞു. വിശ്വത്തിനാകെ മാനവികതയുടെ സന്ദേശം നൽകുന്ന പൈതൃക ദർശനമാണ് ഭാരതത്തിന്റെ ആത്മാവായ ഹിന്ദുത്വമെന്ന് ചടയമംഗലം ജ്ഞാനാനന്ദാശ്രമം മഠാധിപതി സ്വാമി ദയാനന്ദ സരസ്വതി ചൂണ്ടിക്കാട്ടി. ചവറ മുകുന്ദപുരം മാടന്നട ക്ഷേത്ര മൈതാനത്ത് ചവറ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂറ്റാണ്ടുകളായി എല്ലാ അധിനിവേശ ശക്തികളെയും പ്രതിരോധിച്ചാണ് സനാതന ഹിന്ദുധർമ്മം ഇന്നും ലോകം മുഴുവൻ പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എപ്പോഴും ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുഖപത്രമായിരുന്ന ആദ്യകാലത്തെ കേസരി മലയാളത്തിൽ ആ കേസരിയുടെ ഒരു മുഖചിത്രം മുന്നോട്ട് കുതിക്കാൻ തുടങ്ങുന്ന ഒരു സിംഹം ഒരു വേള പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നു. കാരണം തൻ്റെ ശക്തി പിന്നിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ആ പിന്നിലേക്ക് ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഏതൊരു ജീവിയും മുന്നോട്ട് കുതിക്കുന്നത്. ആ ഒരു സിംബലാണ് സിംഹത്തിലൂടെ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന സിംഹത്തിലൂടെ ഇവിടെ പ്രകടമാക്കുന്നത്. അതുപോലെ തന്നെ മുമ്പിലെ ലക്ഷ്യത്തിലേക്ക് വലിച്ചു വിടുന്ന അസ്ത്രം, വില്ലിൻ്റെ ഞാൻ എത്രത്തോളം പുറകോട്ട് വലിക്കുന്നു അതിനനുസരിച്ചാണ് അസ്ത്രം മുന്നോട്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത്. അതുകൊണ്ട് 100 വർഷം പിന്നിടുന്നതായ ഈ സമയത്ത് നമ്മളെപ്പോഴും മുന്നോട്ടുള്ള വഴി തെറ്റിപ്പോകാതിരിക്കാൻ പിന്നോട്ടൊരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ് സംഘടനയ്ക്ക്. സംഘാടക സമിതി പ്രസിഡന്റ് ഡോക്ടർ ഗോകുൽ അധ്യക്ഷത വഹിച്ചു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വനമിത്ര പുരസ്കാര ജേതാവ് S സരസ്വതി അമ്മ, ശബരിമല അയ്യപ്പ ധർമ്മ പരിഷത്ത് ദേശീയ കോർഡിനേറ്റർ ചവറ സുരേന്ദ്രൻപിള്ള, സംഘാടക സമിതി ജനറൽ സെക്രട്ടറി MS ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. വിവിധ മേഖലകളിലെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.